ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുസൂദനൻ വന്നിട്ടതേ നമ്മുടെ രവിയേട്ടനെ അപമാനിക്കുക കേട്ടോ. ചെറ്റക്കുടിൽ കൊട്ടാരം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ ഇതൊക്കെ കേട്ടിട്ട് കലി കയറി അങ്ങ് ചെന്നു. രവി, നീ ചെല്ല്, ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ല്, വരുന്നവരെയൊക്കെ സ്വീകരിക്കാൻ പറഞ്ഞു. അല്ലമ്മേ, അത് പിന്നെ ചെല്ലടാ, നിന്നോട് ചെല്ലാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ച് അമ്മ രവിയേട്ടനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുക. മധുസൂദന ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. ഞാനോ? അപ്പോൾ ഒന്ന് വന്നേ, ചെല്ലും അത് കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ മധുസൂദനനെ ഭാര്യ പറഞ്ഞു വിടുന്നു. അപ്പുറത്തേക്ക് മാറി നിന്ന് നമ്മുടെ അച്ഛമ്മ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. മധുസൂദനൻ അന്നേരം അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. എന്തിനാ എന്നെ വിളിച്ചേ എന്ന് ചോദിച്ചേ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു ഇത് ശ്രീകാന്തിൻ്റെ മാത്രം ഫംഗ്ഷൻ അല്ല, വർഷയുടെ ഫംഗ്ഷൻ കൂടിയാണെന്ന്. മകളുടെ ഈ ഒരു ചടങ്ങ് ഭംഗിയായിട്ട് നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അതും ഇല്ലാണ്ടിരിക്കുമോ? എന്നിട്ടാണോ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുക. നീ ഈ പറഞ്ഞതിനൊക്കെ രവി തക്കതായി മറുപടി പറയാൻ നിന്നിരുന്നെങ്കിലേ ആകെ ബഹളമായേനെ, അതറിയാവോ എന്ന് ചോദിച്ചു. അത് കേട്ടെൻ്റെ മോൻ സച്ചി വന്നാലുണ്ടല്ലോ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചേ. അവൻ മുന്നും പിന്നും നോക്കത്തില്ല, നിൻ്റെ 4 പല്ല് താഴെ കിടക്കും, അതറിയാവോ എന്ന് ചോദിച്ചേ. ആകെ പ്രശ്നമാകും. ചടങ്ങാണെങ്കിലോ അലങ്കോലാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അച്ഛനമ്മമാരത് പരിഹരിക്കാൻ നോക്കും. ഇവിടെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനല്ലേ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ അച്ഛമ്മ. ഈ ഹോള് ശരിയല്ല, ശ്രീകാന്തും വീട്ടുകാരും ശരിയല്ല, എന്തിനാ ഇങ്ങനെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നേ? മകളുടെ ആദ്യ വിവാഹ വാർഷികമല്ലേ ഇത്, സമാധാനത്തോടെ സന്തോഷത്തോടെ അത് നടക്കട്ടെ എന്ന് വിചാരിക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ അച്ഛമ്മ ചോദിക്കുക. ചടങ്ങ് നല്ല രീതിയിൽ തന്നെ നടക്കണം. അതുകൊണ്ട് പിള്ളേരുടെ ഭാഷ കടമെടുത്ത് ഞാൻ പറയാ, നിങ്ങളെ തൽക്കാലം ചൊറിയാൻ നിൽക്കണ്ടാന്ന്. ഇത് ഉപദേശമോ അത് ഭീഷണിയാണോ എന്നിങ്ങനെ മധുസൂദനൻ ചോദിക്കുന്നു. രണ്ടായാലും നിങ്ങൾ എന്നോട് ഇറക്കണ്ട, അത് നിങ്ങളുടെ വീട്ടിൽ മതിയെന്നും പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ഉള്ളം കയ്യിലാണ് നിങ്ങളുടെ കുടുംബം എന്ന് എനിക്കറിയാം. നിങ്ങളെ എല്ലാവർക്കും പേടിയും ബഹുമാനമാണെന്നും എനിക്കറിയാം. നിങ്ങൾ നടക്കാൻ പറഞ്ഞാൽ അവർ നടക്കും, ഇരിക്കാൻ പറഞ്ഞാൽ അവരിയ്ക്കും. അവരെ പോലെയാണ് ഞാനെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പ്രായം കുറേ ആയില്ലേ, ഏറെ നേരം നിന്നാലേ കാല് കഴിക്കും. ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കും, കേക്ക് കട്ട് ചെയ്ത് കൊണ്ട് തരാം, അതും കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കുക, വേറെ പണിയില്ല, പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മധുചേട്ടൻ അങ്ങ് പോയി. മധുചേട്ടനായിട്ടുള്ളത് നമ്മുടെ അച്ഛമ്മ ഓങ്ങി വെച്ചിട്ടുണ്ടെന്ന് ആ പൊട്ടൻ അറിയില്ലല്ലോ. ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി അവൻ്റെ മർമ്മം നോക്കി കിഴുക്കി വിടാനാണ് നമ്മുടെ അച്ഛമ്മ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം പിന്നെ കാണിക്കുന്ന വർഷയെ തപ്പി സച്ചിയും രേവതിയും കൂടെ സ്റ്റുഡിയോയിൽ ചെന്നു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ വർഷ അവിടെ ചെന്നിട്ടില്ല. വർഷ ഇവിടെ വന്നിട്ടില്ലേ? ഇല്ല. അവളിവിടേക്ക് വരുമെന്ന് മറ്റു പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചപ്പം ഇല്ല, അവളിവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു വന്നതാ, അവളെ ഫോണിൽ കിട്ടണില്ല എന്ന് സച്ചി പറഞ്ഞു. അവളെ അത്യാവശ്യമായിട്ടൊന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതാ എന്ന് പറഞ്ഞപ്പം ഇടയ്ക്ക് അവൾ അലീല സ്റ്റുഡിയോയിൽ ഡബിങ്ങിന് പോകാറുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്കാൻ പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുക. ഇതിലെല്ലാം പോയി കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും സച്ചിയുടെ ഫോണിലേക്ക് ശ്രീകാന്തിൻ്റെ കോൾ വന്നു. സച്ചി അറ്റൻഡ് ചെയ്തു. നിങ്ങൾ എവിടെയാണെന്നപ്പോൾ ശ്രീകാന്ത് അവിടെ നിന്ന് ചോദിച്ചു. ഞങ്ങൾ വർഷയെ തപ്പി, വർഷ ജോലി ഇന്ന് സ്റ്റുഡിയോയിൽ പോയിരുന്നു, അവൾ നമ്മളെ പോയിട്ടില്ലെന്നാണ് പറഞ്ഞതെന്ന കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ ദൈവമേ, അപ്പോൾ വേറൊരു സ്റ്റുഡിയോയിൽ അവൾ ഡബ് ചെയ്യാൻ പോകാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. ഇപ്പം ഞങ്ങൾ ആ സ്റ്റുഡിയോയിലോട്ടൊന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം അവൾ എന്ത് കാണിക്കുന്ന ഏട്ടാ, എല്ലാവരും അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകാന്ത്. വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ എല്ലാവരും രണ്ടുപേരും ഒരുമിച്ച് വേണ്ടേ, അവളില്ലാണ്ട് ഞാൻ എത്ര നേരം ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനാണെന്ന് ചോദിക്കുമ്പോൾ എടാ നീ ടെൻഷനാവാതെ, ഞങ്ങൾ അവളെയും കൊണ്ട് വരുമെന്നല്ല നിന്നോട് പറഞ്ഞു, അപ്പോൾ വന്നിരിക്കുമെന്ന് സച്ചി. ഏട്ടാ ആ സ്റ്റുഡിയോയിൽ അവൾ അവിടെ ഇല്ലെങ്കിൽ പിന്നെ അവൾ നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാണെന്നൊക്കെ സച്ചിയോട് ചോദിച്ചു ശ്രീകാന്ത്. അവൾ എവിടെയാണെന്നൊരു സൂചന പോലും ഇല്ലല്ലോ എന്ന്. അപ്പോൾ എവിടെയാണെങ്കിലും അവളെ കണ്ടെത്തി കൂട്ടിക്കൊണ്ട് വന്നിരിക്കും, ഫംഗ്ഷൻ നടക്കുന്ന ധൈര്യമായിട്ടിരിക്കാനായിട്ട് സച്ചി പറയാം. അങ്ങനെ ധൈര്യം കൊടുത്ത് അവളെ കണ്ടെത്തിയാൽ ഞാൻ ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. ശ്രീകാന്ത് ഇവിടെ ഭയങ്കര ടെൻഷനില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സുധി അവിടെ നിന്ന് ആരോ ഫോണിൽ വിളിക്കുക. അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു. ബ്രോ ഹാലോ, നിങ്ങൾ നേരത്തെ എത്തിയായിരുന്നു എന്നൊക്കെ ചോദിച്ച് വന്നൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. പിന്നെ എൻ്റെ അനിയൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ നേരത്തെ എത്തണ്ടേന്ന് സുധി. ഒരേട്ടൻ എന്ന നിലയിൽ എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. അതെ ഉണ്ട്. അല്ല, ബ്രോയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടായിരുന്നല്ലോ, മറ്റേ സൽക്കാരമൊക്കെ ഇവിടെയും ഉണ്ടാകുമായിരിക്കും അല്ലേ, അപ്പോൾ വെറുതെ തന്നെ ഓർമ്മിപ്പിക്കരുതോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ സുധി. അപ്പോൾ ഒന്നും ഇല്ലല്ലേ എന്നും പറഞ്ഞ് ആനന്ദ്. ഈ സമയത്ത് രവിയേട്ടൻ അപ്പോൾ എന്താടാ എന്ന് അച്ഛമ്മ ചോദിച്ചു. അല്ല, ഗിഫ്റ്റ് വാങ്ങാൻ പോയ സച്ചിൻ രവി ഇതുവരെ വരാത്തത് എന്താണെന്ന് ചോദിക്കുമ്പം നീ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു അച്ഛമ്മ അച്ഛനോട്. അച്ഛൻ ഫോൺ എടുത്ത് സച്ചിയെ വിളിക്കുന്നു. ബെല്ലടിക്കുന്നുണ്ട്, കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അവൻ കാർ ഓടിക്കുമായിരിക്കും, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് അച്ഛമ്മ നേരെ രവിയേട്ടനോട് പറഞ്ഞു. ശ്രീകാന്താണ് അപ്പുറം നിന്ന് ഫോണിൽ തന്നെയാണ്. അപ്പോഴത്തേക്കും മധുസൂദനും ഭാര്യയും കൂടെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്നു. വർഷം എവിടെയെന്ന് ചോദിച്ചു. വർഷം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ സമയം ആയല്ലോ എന്ന് മഹിമ. നമുക്ക് ഫംഗ്ഷൻ തുടങ്ങുക ആൻറ്റി എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ വർഷ വരാതെ എങ്ങനെ തുടങ്ങുമെന്നും മധുസൂദനൻ ചോദിക്കുക. അപ്പോൾ അങ്കിൾ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട്, അത് കഴിയുമ്പോഴേക്കും വർഷം ഇങ്ങനെ എത്തിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങോട്ട് നൈസായിട്ട് ഒഴിഞ്ഞു മാറി അങ്ങ് പോയി. അപ്പം മഹിമ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ എടാ ഇതൊന്നും നമ്മളറിഞ്ഞില്ലല്ലോടാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എടാ ഈ ഡാൻസും മിമിക്രി ഒന്നും ഉള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നല്ലേ എന്ന് രവിയേട്ടൻ ശ്രീകാന്തിനെ പിടിച്ച് നിർത്തി ചോദിച്ചു. അപ്പോൾ അതെ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് വേണ്ട വെച്ചാ എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോയി. അവനെല്ലാ കാര്യങ്ങളും അല്ലേ സർപ്രൈസാ എന്നും പറഞ്ഞ് രവിയേട്ടൻ നിൽക്കുന്നു. അപ്പോൾ അവർക്കെല്ലാം സർപ്രൈസ് ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂദനൻ എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയതും ഒരു സർപ്രൈസ് ആണല്ലോ എന്ന് മധു അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ രവിയേട്ടനും അച്ഛമ്മ ഇങ്ങനെ നോക്കുക. കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് മേടിക്കാൻ നിൽക്കുക. അത് കാരണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു കുറച്ചുകൂടി ഇവരുടെ അടുത്ത് വന്നു. അപ്പോൾ തട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ല, ഇഷ്ടപ്പെട്ട ശ്രീകാന്തിൻ്റെ കൂടെ ഇറങ്ങി വന്നത് തന്നെയാണ് വർഷ എന്ന് പറഞ്ഞു. അതിന് അവളിപ്പോൾ അനുഭവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ചേരേണ്ട അടുത്ത് പോയി ചേരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് മധുസൂദനൻ ഇങ്ങനെ പറയുമ്പോഴും അച്ചമ്മയ്ക്ക് കലിയേറി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവളിപ്പോൾ നന്നായി തന്നെ ഇരിക്കുന്നത്, അവൾക്ക് അവിടെ ഒരു കുറവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നന്നായിട്ടിരിക്കുന്നു, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മധു അച്ചമ്മ നെടുവേർപ്പെട്ട് ഇങ്ങനെ നോക്കാം. മധുവേട്ടാ വന്നേ എന്ന് പറഞ്ഞ മഹിമ എന്നിട്ട് മധുവേട്ടനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴും അച്ചമ്മ രണ്ടും കളിപ്പിച്ച് ആ വിരലും ഇങ്ങനെ എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും. ഇന്ന് അവൻ്റെ കാര്യം കാട്ടപ്പോക തന്നെയാണ്. അച്ചമ്മ പിന്നെയും ആ വിരൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ശ്രീകാന്ത് വന്ന് അമ്മയോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അത് നമ്മുടെ ചന്ദ്രയോട്. എനിക്കൊന്നും പറ്റത്തില്ല, ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ലെന്നായി ചന്ദ്ര. ഇങ്ങനെ ഒരു ഐഡിയ നിൻ്റെ മനസ്സിൽ മുൻപുണ്ടായിരുന്നു, നിങ്ങളത് എന്നോട് നേരത്തെ പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അതുപിന്നെ അമ്മ ഞാനൊരു സർപ്രൈസ് ആയിട്ട് വെച്ചതാ, അമ്മ ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. അമ്മ പ്ലീസ് അമ്മ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വർഷ വന്നതിന് ശേഷം കളിക്കാം. അപ്പോൾ അവൾ വരാത്തത് കൊണ്ടാണ് കളിക്കാൻ പറഞ്ഞതെന്ന് മനസ്സിൽ ശ്രീകാന്ത് എന്തായാലും പറയാം. അപ്പോൾ അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ടൈമായി, അമ്മ വേഗം കളിക്കാൻ നോക്കാനൊക്കെ പറഞ്ഞ് മകൻ അമ്മയെ നിർബന്ധിക്കുമ്പോൾ ഷോ എന്ന് പറഞ്ഞ് നിൽക്കുക ചന്ദ്ര ആദ്യമായിട്ടൊരു അവസരം കിട്ടിയതല്ല, നീ പോയി കളിക്കാൻ പറഞ്ഞു ഭാമ. അമ്മ സോങ് സെലക്ട് ചെയ്ത് റെഡി ആയിട്ടിരിക്കും, ഞാൻ പോയി അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് പോയി. ഭാമ എനിക്ക് പേടിയാവുന്നു ഭാമയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രയെ സ്റ്റേജിലേക്ക് കയറ്റി. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് മൈക്കുമായിട്ട് വന്നു. അപ്പോൾ റിലേറ്റീവ്സിനെയും അതുപോലെ കൂട്ടുകാരെ എല്ലാവരെയും വെൽക്കം ചെയ്തിട്ട് ഡാൻസ് പ്രോഗ്രാമിൻ്റെ കാര്യം പറയാം. എൻ്റെ ഈ അമ്മയാണ് ഇന്നിവിടെ ഡാൻസ് കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ചന്ദ്രനെ എല്ലാവരുടെ മുന്നിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു. ആഹാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വണ്ടടിച്ചിങ്ങനെ ഇരിക്കാം. ചന്ദ്രമതിയോ എന്ന് അച്ചമ്മ. അത് കൊള്ളാലോടാ, ചന്ദ്രന്ന് പൊളിക്കും, ഡാൻസ് അല്ല സ്റ്റേജ് എന്ന് രവിയേട്ടൻ എന്നേരത്തേക്കും അമ്മയോട് പറയാം. അപ്പോൾ എനിക്കും വർഷയ്ക്കുമുള്ള അമ്മയുടെ ഗിഫ്റ്റാണിതെന്നൊക്കെ പറയുമ്പോൾ മഹിമയും അതുപോലെ മധുസൂദനും ഇങ്ങനെ കളിയാക്കി ചിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിക്കാൻ പറഞ്ഞു. എല്ലാവരും കൈയടിച്ചു. അപ്പോഴേക്കും അമ്മയോടും മോൻ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നെ നമ്മുടെ ചന്ദ്ര ഡാൻസ് കളിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും മധു അവിടെ ഇരുന്ന് പറയും ഇതുവൾക്ക് ഇതിൻ്റെ കേടാ, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന്. അപ്പോൾ മഹിമ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നു. ഇതും അച്ചമ്മ കണ്ടു, രവിയേട്ടനും കണ്ടു. അപ്പോൾ പിന്നെ ഇനി ഒരിക്കലും ചിരിക്കാതിരിക്കാനുള്ള വഴികളാണല്ലോ അവർ നോക്കിക്കൊണ്ടിരിക്കണേ. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അപ്പുറം പോയി ടെൻഷനായിട്ട് നിൽക്കുന്നു. ഇവിടെ രവിയേട്ടൻ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് നമ്മുടെ ചന്ദ്രയുടെ. ഇതിന് ശേഷം ചന്ദ്രൻ നല്ല ഡാൻസൊക്കെ കളിക്കുക. അങ്ങനെ ചന്ദ്രയുടെ നല്ല ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മധുസൂദൻ അവിടെ ഇരുന്ന് മഹിമയോട് പറയും ഇതിന് ഡാൻസ് എന്നല്ല പറയേണ്ടത്, കോപ്രായെന്നാണ് പറയേണ്ടതെന്ന്. അപ്പോൾ ഇതെല്ലാം അച്ചമ്മയും രവിയേട്ടനും കേൾക്കുന്നുണ്ട് കേട്ടോ. മനുഷ്യനായ കുറച്ചെങ്കിലും നാണമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധു പറയാം ഇവരെൻ്റെ മോളുടെ അമ്മായിയമ്മയാണെന്ന് പറയുന്നത് എനിക്ക് ലജ്ജ തോന്നുകയാണെന്നൊക്കെ പറഞ്ഞ് സൈഡിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ നേരെ പോലും നോക്കണമില്ല. അച്ചമ്മയുടെ അടുത്ത് അവൻ്റെ കളി, എൻ്റെ പൊന്നെ അവരെന്തോ കോക്കറിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും, ഇതൊക്കെ വിടും മധുവായിട്ട്, അത് കണ്ട് ചിരിക്കാൻ നോക്കാൻ പറഞ്ഞു. ഇതെല്ലാം അവർ കേട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യയെ മുന്നേ തന്നെ നന്നായിട്ട് ഡാൻസ് പഠിപ്പിച്ച് ഫീൽഡിൽ ഇറക്കിയിരുന്നെങ്കിൽ തനിക്ക് ഡ്രൈവർ ജോലിയിൽ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്ന് ഈ മധുസൂദനൻ രവിയേട്ടനെ കളിയാക്കി പറയുന്നു. അതിനും നമ്മുടെ അച്ചമ്മയ്ക്ക് കയ്യിൽ മറുപടിയുണ്ട്, പക്ഷെ ഇച്ചിരി കഴിയട്ടെ, അവളുടെ വരുമാനം കൊണ്ട് തനിക്ക് ജീവിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അതേ അവളുടെ വരുമാനം കൊണ്ട് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. അധ്വാനിച്ച് കുടുംബം പുലർത്തുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാനെന്നും രവിയേട്ടൻ പറയുക. അതെ ഒരു ഡ്രൈവറായതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ടെന്നും രവിയേട്ടൻ മധുസൂദനനോട് പറഞ്ഞു. അച്ചമ്മ പിന്നെ വിരളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇവിടെ നല്ല അടിപൊളി ഡാൻസൊക്കെ കഴിച്ചു വയ്ക്കുക. എൻ്റെ ദൈവം ഈ ഡാൻസ് തീരുമ്പോഴത്തേക്കും സച്ചേട്ടനൊക്കെ വർഷയും കൂട്ടി വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകാന്ത് അവിടെ നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡാൻസ് കഴിഞ്ഞു. ഈ സമയം ശ്രുതിയും കൂടി ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്നു. നീ എന്താണ് ഇവിടെ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു. നീ എന്ത് ഇങ്ങനെ കാണിക്കുന്നത്, വർഷയോട് വരാൻ പറയടാ, എല്ലാവരും വന്നു, ഇനി ആരും വരാനില്ല, സമയം എത്ര, ഇത്രയും സമയമായിട്ട് വർഷം എന്താ വരാത്തത് എന്നൊക്കെ എനിക്ക് ചോദിക്കുമ്പം അയ്യോ അവളിപ്പോൾ എത്തുവേട്ടാ, നിങ്ങൾ ഇന്ന് ഡാൻസ് കാണാൻ പറഞ്ഞു ശ്രീകാന്ത്.
അവൾ വരത്തില്ലേ എന്ന് ശ്രുതി ചോദിക്കാം. ഇങ്ങനെ ഡാൻസ് കണ്ടിട്ട് പോകേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എടാ ദേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ല, അവളിപ്പം ഇങ്ങെത്തും, അപ്പം നീ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം എത്തുമെന്ന്, എന്നിട്ട് എത്തി കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നേരം പറയുകയാണ് നമ്മുടെ ശ്രീകാന്ത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ചന്ദ്ര നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ ഇറങ്ങി. അയ്യോ ചന്ദ്രയുടെ അടപ്പ് തെറിച്ചു. ഹഫ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ കൂട്ടുകാരി അങ്ങോട്ടേക്ക് ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും. അപ്പോഴത്തേക്കും ഭാമ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഡാൻസ്, അടിപൊളിയായിരുന്നു ചന്ദ്രേ, സത്യമാണോ, സത്യമായിട്ടും ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമ്മ എന്താ പെട്ടെന്ന് നിർത്തി കളഞ്ഞത്, കളി തുടരട്ടെ, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത്. എനിക്ക് വയ്യടാ, അയ്യോ എൻ്റെ ഡാൻസും തീർന്നു ഞാനും തീർന്നു, അയ്യോ വെള്ളം വേണേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ കളിയാക്കി ചിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഓടി വന്നും വെള്ളവും കൊടുത്തു. നീ വർഷയെ വിളിച്ച് വേഗം വരാൻ പറഞ്ഞു, നീ വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഫോൺ ചെയ്താൽ ഞാൻ വിളിക്കാം, നീങ്ങതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര പറയുമ്പം ഈശ്വര പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അതൊന്നും വേണ്ടമ്മേ, അവർ വരുന്നുണ്ട് അമ്മേ, ഓരോ ഡാൻസ് കൊണ്ട് കളിക്കമ്മേ, അപ്പോഴത്തേക്ക് അവൾ എത്തും അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രീകാന്ത് നിർബന്ധിക്കുമ്പോൾ അയ്യോ ചാവേണ്ടി വന്നാലും കുഴപ്പമില്ല, എനിക്ക് വയ്യാന്ന് പറഞ്ഞില്ലേ, വയ്യ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞ ശ്രീകാന്ത്. അപ്പോൾ ശ്രുതിയും കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് രവി എന്താന്ന് ചോദിച്ചു രവിയേട്ടൻ ഈ മധുസൂദനനോട്. അതെ ഞാനൊരു ആംബുലൻസ് വിളിക്കട്ടെ എന്ന് ചോദിച്ചോ. എന്തു പറ്റി, നിങ്ങൾക്ക് വയ്യേ എന്ന് രവിയേട്ടൻ ചോദിച്ചു. സുഖമില്ലേ, അല്ല തൻ്റെ ഭാര്യയുടെ കയ്യും കാലൊക്കെ ഒടിഞ്ഞു കാണുമല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഇയാൾ നമ്മുടെ രവിയേട്ടനെ കളിയാക്കുക. അപ്പോൾ ആംബുലൻസ് പിടിക്കേണ്ടി വരും നിന്നെ കൊണ്ടുപോകാൻ എന്ന് മനസ്സിൽ നമ്മുടെ അച്ചമ്മ ചിന്തിച്ചിട്ട് വീണ്ടും അച്ചമ്മ വിരൽ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് തിരിക്കുവാണ്, പിടിച്ച് കറക്കുമൊക്കെയാണ്. അവൻ്റെ മർമ്മം നോക്കി കൊടുക്കാനുള്ള ആയുധമാണ് അച്ചമ്മയുടെ ഈ 2 വിരൽ. അങ്ങനെ അച്ചമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ഷോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അപ്പുറം. അപ്പോഴത്തേക്ക് ശ്രുതി എന്നാലും ഇതുവരെ എവിടെ പോയത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂടെ ഇങ്ങനെ അങ്ങനെ നിൽക്കുക. ആനന്ദ് ഓടി ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. ബ്രോ അത് തന്നെ ഞാനിവിടെ ഒരു മിമിക്രി കാണിച്ചാലോ എന്ന് ചോദിച്ചു. മിമിക്രിയോ, അതിന് ബ്രോയ്ക്ക് മിമിക്രി കാണിക്കാനൊക്കെ അറിയാം. അപ്പോൾ പിന്നെ പണ്ടൊക്കെ അമ്പലപ്പറമ്പിൽ ഞാനായിരുന്നു താരം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എന്നാൽ പിന്നെ ആ ഒരു കോമഡി ഇന്ന് നമുക്ക് എല്ലാവർക്കും കാണണം, ചെന്ന് ശ്രീകാന്തിനോട് പറ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിടുന്നു. അപ്പോഴത്തേക്കും ശ്രീകാന്തിനോട് ചെന്ന് ആനന്ദ് പറഞ്ഞ് മിമിക്രി കാണിക്കാമെന്ന്. ശ്രീകാന്ത് ചേട്ടന് മിമിക്രിയൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ നാട്ടിലൊരു താരമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ബ്രോ പെർമിഷൻ തന്നിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ എപ്പോൾ തന്നെന്ന് ചോദിച്ചാൽ മതി, ബ്രോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയെ കണ്ടു കിട്ടി രേവതിക്കും സച്ചിക്കും. അപ്പം നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചു. നിന്നെ പൊക്കി എടുത്തുകൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നത്, എന്ത് പണിയാണ് നീ കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും വർഷം ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കാം. നിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്, ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിട്ട് നീ ഇവിടെ വന്നിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പം ഞാനിവിടെ ഉണ്ട് നിങ്ങളോടാരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അപ്പോൾ അലീന സ്റ്റുഡിയോയിലെ ചേച്ചിയാണ് പറഞ്ഞത്, നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ ആ സ്റ്റുഡിയോയിലും പോയിരുന്നു എന്നുള്ള കാര്യം രേവതി പറയുകയാണ്. പാവം ശ്രീകാന്ത്, അവന് ഭയങ്കര ടെൻഷനാണ്. നീ എന്തിനാ അവൻ ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കര ദേഷ്യം, കലി കയറിയിരിക്കുക. പാവോ, അവനാണോ പാവം, അവൻ്റെ കാര്യം എന്നോട് പറഞ്ഞു പോകരുതെന്നും അവനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴെല്ലാം മനസ്സിലായത് ഹീസ് ചീറ്റഡ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിൻ രേവതി ഇങ്ങനെ നിൽക്കുക. ഇന്നത്തെ ദിവസം നല്ലൊരു കാഴ്ച അവൻ എനിക്ക് സമ്മാനിച്ച് വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനിൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവൻ്റെ കൈയും പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്നും വർഷ ഇവരോട് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. ചേച്ചി എനിക്ക് ഭയങ്കര വിഷമമായി, അവൻ എന്താ കാണിച്ചതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ആ റെസ്റ്റോറൻറ്റ് ശ്രീകാന്തിനെ കാണാൻ വേണ്ടി പോയതാ, അപ്പോൾ അവൻ ആ പൊട്ടിത്തെറിച്ച പെണ്ണില്ലേ ഞാൻ പ്രിയ അവളെയും കയ്യിലെടുത്തോണ്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒരൊറ്റ ചിരി, സച്ചി ഒന്ന് ചിരിച്ചു. അപ്പോൾ വർഷം അന്തം വിട്ട് ഇവരെ നോക്കുക. എന്തിനാണ് നിങ്ങളിങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം നിനക്ക് ശ്രീകാന്തിനെ തീരെ വിശ്വാസമില്ലേ വർഷേ എന്ന് ചോദിച്ചു. വിശ്വാസമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തോടെ എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പോണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം നീ അവനെ വെറുതെ തെറ്റിദ്ധരിച്ചേക്കാണെന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ കുറ്റി എനിക്കായല്ലേ, സച്ചിയേട്ടൻ്റെ അനിയനല്ലേ, അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരത്ഭുതവും ഇല്ലെന്ന് വർഷ. ചേച്ചിയുടെ ഭർത്താവ് ഏതെങ്കിലും ഒരു പെണ്ണിനിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ട ചേച്ചിക്ക് വിഷമാവത്തില്ലേ, ദേഷ്യം വരത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നീ നിൻ്റെ ഭർത്താവിനോട് തെറ്റിയിരിക്കാം ഓരോന്ന് പറഞ്ഞ് എന്നെ ഇവളെയും കൂടെ തെറ്റിക്കാനാണോ എന്ന് സച്ചി അന്നേരം വർഷയോട് ചോദിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നത് നിനക്ക് ഇഷ്ടാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു രേവതിയെ. വർഷേ ശ്രീകാന്ത് പ്രിയ എടുത്തുകൊണ്ട് നിൽക്കുന്നത് നീ കണ്ടു, എന്നാ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് നീ ചോദിച്ചോ. അപ്പോൾ എന്തിനു ഞാൻ ചോദിക്കണം, അതൊക്കെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എന്ന് വർഷ പറയണു.
അപ്പോൾ അടുപ്പമില്ലാത്തൊരു പെണ്ണിനെ എങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കും, ഞാൻ ആ സമയത്ത് വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ആയി. പിന്നെ കൊള്ളാം, നല്ല ഊഹം. സച്ചി അന്നേരം വർഷയോട് പറയാം, എൻ്റെ പൊന്നു വർഷേ, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് രേവതി പറഞ്ഞു. അവിടെ നടന്നത് എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് രേവതി ഇങ്ങനെ പറയുന്നു. പിന്നെ അവിടെ നടന്നതിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം കൊടുക്കുവാണ്. അത് കേട്ടപ്പോൾ വർഷ അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ചമ്മിപ്പോയില്ലേ. അവൾക്ക് അവിടെ നിന്ന് നടക്കാൻ വയ്യാതെ അവളവിടെ ഇരുന്നത് കൊണ്ട് അവളെ ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടിയിട്ട് അവൻ അവളെ എടുത്തത്. അപ്പം നീ അതിന് ദേഷ്യപ്പെട്ട് പോകുന്നതിന് ശേഷം ശ്രീകാന്ത് അവളെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്നുള്ള കാര്യങ്ങളിങ്ങനെ പറയുവാണ് ഇവർ രണ്ടുപേരും കൂടെ വർഷയോട്. നീ അവനെ തെറ്റിദ്ധരിച്ചതാ വർഷേ, അല്ലെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് അങ്ങനെ ഒരുത്തനാണോ വർഷേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി വർഷയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.